മേഘ, പാകിസ്ഥാനിൽ നിന്നും വരുന്ന ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് സുസജ്ജമായ വ്യോമ പ്രതിരോധ സംവിധാനമുള്ള രാജ്യമാണ് ഇന്ത്യ. നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ് എങ്ങനെയാണ് രാത്രിയുടെ മറവിൽ പാകിസ്ഥാനിൽ നിന്ന് നമുക്ക് നേരെ അവർ ആക്രമണം അഴിച്ചുവിട്ടത് എന്നത് ഇന്നലെ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ച് ഇന്നാണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനത്തിലാണ് അവരൊരു ഒരു യാത്രാ വിമാനം പാകിസ്ഥാന്റെയും പാകിസ്ഥാന്റെ ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന് ഒരു യാത്രാ വിമാനം വിട്ട് നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ അടക്കം ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് ഡ്രോൺ ആക്രമണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അവർ നടത്തിയെന്നുള്ള വാർത്ത നമ്മൾ കുറച്ചു മുമ്പാണ് കേട്ടത്. എന്തായാലും ഇപ്പോൾ ശക്തമായ രീതിയിൽ ഡ്രോൺ ആക്രമണം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, ലൈൻ ഓഫ് കൺട്രോളിൽ പല സ്ഥലങ്ങളിലേക്ക് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാനി സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഷെല്ലാക്രമണം നടക്കുന്നുണ്ട്. സാംബയിലും പത്താൻകോട്ടിലുമാണ് ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ നടക്കുന്നത്. അതുപോലെ അമൃത്സർ, ഫിറോസ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിലും ഡ്രോൺ ആക്രമണം നടക്കുന്നുണ്ട്. ജമ്മുവിൽ ഏതാണ്ട് എല്ലായിടത്തും ബ്ലാക്ക് ഔട്ട് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഡ്രോൺ ആക്രമണത്തെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിനുണ്ട്. എന്തായാലും വളരെ ശക്തമായ രീതിയിലുള്ള ഒരു ആക്രമണമാണ് അവിടെ നടക്കുന്നതെന്നാണ് ANA ഉൾപ്പെടെയുള്ള ദേശീയ വാർത്താ ഏജൻസികളിൽ നിന്ന് ഉള്ള റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഉറിയിൽ പലയിടത്തായി വെടിവെപ്പിന്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പ്രത്യേകിച്ച് ANA-യിൽ പലതവണ വന്നു കഴിഞ്ഞു. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമാകുന്ന ഒരു സമയത്ത് വിവിധ തരത്തിലുള്ള നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഉൾപ്പെടെയുള്ളവർ പല ചർച്ചകളും നടത്തി. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിൽ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ഉണ്ട്. അങ്ങനെ പലരും ചർച്ചകളും മറ്റും നടത്തുന്നുണ്ട്. എന്തായാലും ഇന്നലത്തെ രാത്രിക്ക് സമാനമായ രീതിയിലുള്ള ആക്രമണമാണ് നടത്തുന്നത്. ശ്രീനഗറിൽ സൈറിൻ കേൾക്കുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഡ്രോണുകൾ വെടിവെച്ചിട്ടു എന്നുള്ള വാർത്തകൾ ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വാർത്താ ഏജൻസികളിൽ ഉൾപ്പെടെ വരുന്നുണ്ട്. ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും പാകിസ്ഥാനിലേക്ക് കൊടുക്കുന്നത്. ഇന്നലത്തെ മറുപടിയിൽ അവർക്ക് ഇന്ന് നമ്മുടെ വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ അവർ കൃത്യമായി പറഞ്ഞതാണ്, നമുക്ക് പറ്റിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് നമ്മുടെ 2 കുട്ടികൾ മരിക്കുന്ന ഒരു സാഹചര്യം, ഇതിനെക്കുറിച്ചെല്ലാം കൃത്യമായി പറഞ്ഞ ശേഷം പാകിസ്ഥാൻ സൈന്യത്തിന് വൻ നാശം ഉണ്ടായിട്ടുണ്ട്, അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് പ്രത്യേകം ഇന്ന് നമ്മുടെ വിദേശകാര്യ വാർത്താ സമ്മേളനത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് കാശ്മീരിലേക്ക് വീണ്ടും ഇപ്പോൾ ഡ്രോൺ ആക്രമണം നടക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. കുപ്വാര, പൂഞ്ച്, ഉറി, RS പുരി തുടങ്ങിയ മേഖലകളിലൊക്കെ ഇത് കൂടാതെയുള്ള ഷെല്ലാക്രമണവുമുണ്ട്. അപ്പോൾ അവർ ആ രീതിയിലുള്ള ഒരു ആക്രമണമാണ് നടത്തുന്നത്. നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലാണ് നമ്മൾ മനസ്സിലാക്കിയത് എവിടെ നിന്നുള്ള ഡ്രോണുകളാണ് ഇവർ ഉപയോഗിച്ചത്. തുർക്കി നൽകിയ അല്ലെങ്കിൽ തുർക്കി നിർമ്മിതമായ ഡ്രോണുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള പ്രാഥമികമായ നിഗമനത്തിലാണ് നമ്മളുടെ സൈന്യം മറ്റ് പരിശോധനയിൽ കൂടി എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ രാത്രിയിൽ വലിയ ശക്തമായ രീതിയിലുള്ള പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രകോപനം ഉണ്ടാകുന്നുണ്ട്. എന്തായാലും സുസജ്ജമായ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം കൊണ്ട് തന്നെ നമുക്ക് ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ സാധിക്കും, മറികടക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ പ്രത്യേകിച്ച് ജമ്മുവിലാണ് ഏറ്റവും കൂടുതൽ ജാഗ്രതയുള്ളത്. രാജസ്ഥാനിലും മറ്റും ഇപ്പം ജയ്സാൽമീർ പോലെയുള്ള സ്ഥലങ്ങളിൽ ലൈറ്റുകളൊക്കെ അണച്ച് ബ്ലാക്ക് ഔട്ടിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ രജൌരി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ബ്ലാക്ക് ഔട്ട് ആണ് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഈ പത്താൻകോട്ടിലേക്കും ആക്രമണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പാകിസ്ഥാനിൽ നിന്ന് അയക്കുന്ന ഡ്രോണുകളൊന്നും തന്നെ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ മണ്ണിലേക്ക് വീഴുന്നില്ല എന്നുള്ള കാര്യം നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നുണ്ട്. രജൌരിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രജൌരിയിൽ ആക്രമണം നടക്കുന്നുണ്ട്. ജമ്മുവിന്റെ പല ഭാഗങ്ങളിലും സൈറനുകളും മറ്റും മുഴങ്ങുന്നുണ്ട്. ഏതാണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഡ്രോൺ ആക്രമണമാണ് നടക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ ഡ്രോണുകൾ ഇന്ത്യൻ സൈന്യത്തിന്റെ അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങൾ വെടിവെച്ചിട്ടതായിട്ടുള്ള വാർത്തകളും വരുന്നുണ്ട്. വലിയ രീതിയിൽ ഈ രാത്രിയിൽ അവർ പ്രകോപനം നടത്തുകയാണ്.
ഏതാണ്ട് ഇന്നലത്തേതിന് സമാനമായ രീതിയിലുള്ള പ്രകോപനം പല സ്ഥലങ്ങളിലൂടെയും പാകിസ്ഥാൻ സൈന്യം ഇന്ത്യക്ക് നേരെ നടത്തുന്നുണ്ട് എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറിൽ വരുന്നത്. ഈ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കാർഗിലിൽ നാളെ രാവിലെ 5:30 വരെ, നാളെ പുലർച്ചെ 5:30 വരെ ബ്ലാക്ക് ഔട്ട് ആണ് എന്നുള്ള വാർത്ത വരുന്നുണ്ട്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ ബ്ലാക്ക് ഔട്ട് ആണ്. അങ്ങനെ പല സ്ഥലങ്ങളിലും ആക്രമണം നടക്കുന്നുണ്ട്. ഇരുട്ടിന്റെ മറവിൽ വലിയ രീതിയിലുള്ള ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് വരുന്നുണ്ട്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ തന്നെ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ഫലപ്രദമായ ഒരു ഉപയോഗം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇത്തരം സംവിധാനങ്ങൾ കൊണ്ട് നമ്മളുടെ രാജ്യത്തിന്റെ ഒരു നേട്ടം കൂടി നമ്മൾ വിലയിരുത്തുന്ന ഒരു രാത്രി കൂടിയാണ് ഇന്നലെ കടന്നുപോയത്. അതിന് സമാനമായ ഒരു രാത്രിയിലേക്കാണ് നമ്മൾ ഇന്നും അത്തരത്തിലുള്ള ഒരു രാത്രിയിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്നുള്ളതാണ്. ഈ പൊഖ്രാൻ എന്ന് പറയുന്ന സ്ഥലത്തും ഡ്രോൺ ആക്രമണ ശ്രമം നടക്കുന്നു എന്നുള്ള വാർത്തകളും ഈ സമയത്ത് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് നമ്മുടെ ലൈൻ ഓഫ് കൺട്രോൾ, നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിലെല്ലാം തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോണുകളുടെ ആക്രമണം, അതുപോലെ തന്നെ കനത്ത രീതിയിലുള്ള ഷെല്ലിംഗ്, നമ്മുടെ ഇന്ത്യൻ പോസ്റ്റുകളിലേക്കുള്ള വെടിവെപ്പ് എല്ലാം രാത്രിയുടെ മറവിൽ പാകിസ്ഥാൻ നടത്തുകയാണ്. ഈ പാകിസ്ഥാന്റെ ഷെല്ലിങ്ങിൽ അതുപോലെ തന്നെ അവരുടെ വെടിവെപ്പിലൊക്കെ ഇന്ത്യയിൽ പലപ്പോഴും കൊല്ലപ്പെടുന്നത് സാധാരണക്കാരായ ആളുകളാണ്. സാധാരണക്കാരായ ആളുകളെയാണ് പാകിസ്ഥാൻ സേന പലപ്പോഴും ലക്ഷ്യം വെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ഈ കഴിഞ്ഞ 2 ദിവസത്തെ വിവരങ്ങൾ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. 2 കുട്ടികൾ ഉൾപ്പെടെ മരിക്കുന്ന ഒരു ഗുരുതരമായ സാഹചര്യം ഉണ്ടായി. അത്രയ്ക്കും നമ്മുടെ സൈന്യത്തിന് നേരെയുള്ള ഒരു യുദ്ധം എന്നതിൽ ഉപരിയായി സാധാരണക്കാരെയാണ് പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്നത്. നമ്മളെന്നാൽ തിരിച്ചങ്ങനെയല്ല ചെയ്തത്. നമ്മളെ ഉപദ്രവിച്ച ഭീകരരെ അവരുടെ കേന്ദ്രങ്ങളിൽ പോയി തകർക്കുകയാണ്. ആദ്യമായി പാകിസ്ഥാൻ സൈന്യത്തിന് നേരെയുള്ള ഒരു ആക്രമണമായിരുന്നില്ല ഉണ്ടായിരുന്നത്. എന്നാൽ ഭീകര കേന്ദ്രങ്ങളെ ആക്രമിച്ചപ്പോൾ അതിൽ പ്രകോപനം പൂണ്ട പാക് സേന ഇന്ത്യൻ പോസ്റ്റുകളിലേക്കും മറ്റും വെടിവെക്കുകയായിരുന്നു. അതിനുശേഷമാണ് അത്തരം പ്രകോപനങ്ങൾക്ക് മറുപടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നമ്മുടെ ഭരണ നേതൃത്വത്തിൽ നിന്നും വന്നത്. അതിനുശേഷമാണ് സൈന്യം അത്തരം കാര്യങ്ങളിലേക്ക് പോയത്. ഈ മേഖലകളിലുള്ള വിമാനത്താവളങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ അറിഞ്ഞതാണ്. അത് അടച്ചിട്ടിരിക്കുകയാണ്. നിലവിൽ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് മറ്റുമായി അത് അടച്ചിട്ടിരിക്കുകയാണ് എന്നുള്ള വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ അറിഞ്ഞതാണ്. എന്തായാലും പാക് ഷെല്ലിംഗ് ഈ മേഖലകളിലെല്ലാം ശക്തമായി തുടരുന്നു എന്നുള്ള വാർത്തയാണ് ഈ നിമിഷവും വരുന്നത്. ജമ്മു കാശ്മീരിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്. മറ്റ് സംസ്ഥാനങ്ങൾ, അതിർത്തി സംസ്ഥാനങ്ങൾ, പഞ്ചാബ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെയും പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഈ എല്ലാ മേഖലകളിലും നമ്മുടെ സൈന്യം സുസജ്ജമായി ഈ പാകിസ്ഥാനിന്റെ ആക്രമണത്തെ, ഡ്രോൺ ആക്രമണത്തെ, ഷെല്ലാക്രമണത്തെ, വെടിവെപ്പിനെ എല്ലാം ശക്തമായി നേരിടുന്നു എന്നുള്ള വാർത്തയാണ് ഈ രാത്രിയിൽ വരുന്നത്. മേഘ, ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.